എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പെസഹ അപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. പെസഹ ഒക്കെ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. പെസഹയുടെ അന്ന് വൈകുന്നേരം ഉണ്ടാക്കുന്ന പുളിയില്ലാത്ത അപ്പമാണിത്. ഇൻട്രിയപ്പം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അരി ഉഴുന്നും എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചരിയോ ഇഡലി റൈസോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്ന് 1 കപ്പിന്റെ 1/3 ഭാഗം എടുക്കാവുന്നതാണ്. ഉഴുന്നിന്റെ അളവ് കൂടി പോകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് പുളിപ്പിക്കാതാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. ഉഴുന്ന് കൂടുതലായി കഴിഞ്ഞാൽ ഈ അപ്പം കഴിക്കാൻ ആ ഒരു ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 1/3 ഭാഗം മതി. ഒരു 1/4 കപ്പിനേക്കാളും ലേശം കൂടെ കൂടുതൽ. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരവിയത് നന്നായിട്ട് തന്നെ വേണ്ട ഒരു പലഹാരമാണിത്. 2 കപ്പ് മുതൽ 3 കപ്പ് വരെ തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 3 വലിയ അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 6 എണ്ണമൊക്കെ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂട്ടി കൊടുക്കാം. ഇനി ഇത്രയും വേണ്ടെന്നാണെങ്കിൽ കുറച്ചും കൊടുക്കാം. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. അതൊരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കുന്നവരുണ്ട്. ചുവന്നുള്ളി ചേർക്കേണ്ടവർക്ക് ഈ കൂട്ടത്തിൽ ചുവന്നുള്ളി ചേർക്കാവുന്നതാണ്. ഒരു 6-7 ചുവന്നുള്ളി വരെ ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വെളുത്തുള്ളി വേണ്ടെന്നാണെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കിയിട്ട് ചുവന്നുള്ളി ചേർക്കാം. അതിനും കുഴപ്പമില്ല. ഈ 5 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പെസഹ അപ്പം തയ്യാറാക്കാൻ പോകുന്നത്. 5 ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കർത്താവിൻ്റെ 5 തിരുമുറിവുകളെയാണ് ഈ ഇൻഗ്രീഡിയൻസ് സൂചിപ്പിക്കുന്നത്. ഇതങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു പലഹാരമല്ല. പെസഹ ദിവസങ്ങളിൽ മാത്രം വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രം നമ്മൾ കഴിക്കുന്ന ഒരു അപ്പമാണിത്. അപ്പോൾ ദൈവികമായിട്ടൊക്കെ ആ ഒരു വിശ്വാസത്തിലാണ് ഈ അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ അരി ഉഴുന്നും അരച്ചെടുക്കണം. ഇത് 2-3 മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുക്കാം. ആദ്യം അരി അരച്ചെടുക്കാം. അരി ഒട്ടും തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം അരി ഇട്ട് കൊടുക്കാം. അരി ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കല്ലേ. അത്യാവശ്യം അരയാനുള്ള വെള്ളം മാത്രമേ ചേർക്കാവൂ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരി നന്നായിട്ട് അരയണേ. അപ്പോൾ വെള്ളം പോരാന്ന് തോന്നുവാണെങ്കിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരച്ചെടുക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അരി ഉഴുന്നും 2ആയിട്ട് തന്നെ അരയ്ക്കണേ. ഒരുമിച്ചിട്ട് അരയ്ക്കരുത്. അപ്പോൾ ഇത് ഇനി മാറ്റി വെച്ചിട്ട് ഉഴുന്നരയ്ക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാവേ. ഉഴുന്നിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇപ്പോൾ ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്ന് കുറച്ച് തരങ്ങായിട്ടൊക്കെ കിടന്നാലും കുഴപ്പമില്ല. ഒത്തിരി ഫൈനായിട്ട് അരയണമെന്നില്ല. ഇനി ഇതും ആ ബൗളിലേക്ക് മാറ്റാവേ. ഇനി നമ്മൾ ചതച്ചെടുക്കാൻ പോകുന്നത് ഈ തേങ്ങയുടെ കൂട്ടാണ്. ഇതങ്ങ് നന്നായിട്ട് അരയണ്ട, എന്നാൽ ചതയേവല്ല. ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു പരുവത്തിൽ എടുക്കണം. തേങ്ങ ആവശ്യത്തിനില്ലെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന അപ്പം അങ്ങ് വിണ്ട് കീറിപ്പോവും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ തേങ്ങ ചേർക്കണേ. ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇപ്പം ഇത് തേങ്ങാക്കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ടില്ല, എന്നാൽ ചതഞ്ഞും അല്ല കിടക്കുന്നേ. ഇനി ഇത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ മാവിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈയിട്ട് കുഴയ്ക്കുന്നതാണേ നല്ലത്. അപ്പോൾ നമുക്ക് കൈയിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട്. ഇപ്പോൾ ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെസഹ അപ്പത്തിൻ്റെ ഉപ്പൊന്നും നോക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം എന്തേ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇനി പുളിക്കാനായിട്ട് വെക്കത്തില്ല. അങ്ങനെ പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്ന അപ്പം അല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എങ്കിലും നമ്മളിതൊരു 20 മിനിറ്റത്തേക്ക് ഒന്ന് വെറുതെ വെക്കുകയാണ്. എന്തായാലും 2-3 മണിക്കൂർ ഇരിക്കാതെ എന്തായാലും പുളിക്കത്തില്ല. അപ്പം ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് തയ്യാറാക്കാം, ഇത്രയും സമയം കൊണ്ട്. അതിനുശേഷം അപ്പം ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി അപ്പം ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാവേ. അപ്പം പുഴുങ്ങിയെടുക്കാനായിട്ട് ഞാനിവിടെ പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവി കയറി വരുന്നുണ്ട്. ഇച്ചിരി കൂടെ നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലുള്ള ഒരു സ്റ്റീൽ പാത്രമാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. ഇച്ചിരി ഒരു കുഴിവുള്ള സ്റ്റീൽ പാത്രം എടുക്കണം. ഇതിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ട് വേണം, വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് വേണം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആവി വരട്ടെ, എന്നിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. മാവ് പുളിച്ചിട്ടൊന്നുമില്ല, നമ്മൾ കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ, 20 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. ഈ പ്ലേറ്റിൻ്റെ ഒരു അര ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതിയേ. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ഇത് ഭയങ്കര പ്രാർത്ഥനയോടെ ചെയ്യുന്ന ഒരു അപ്പമാണ്. വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ പാനി ഉണ്ടാക്കുമ്പോഴും എല്ലാം അവർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ക്രിസ്ത്യൻസിലെ എല്ലാ സഭക്കാരും ഇത് ചെയ്യുന്നില്ല, ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കുന്നില്ല. കാത്തലിക്സ് ആണ് ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാലും എല്ലാവരും പെസഹായ്ക്ക് അപ്പം ഉണ്ടാക്കാറുണ്ട്, വട്ടയപ്പം ഉണ്ടാക്കി എടുക്കുന്നവരുണ്ട്. ഇപ്പം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെക്കാവേ. അപ്പം വെന്ത് വരുന്ന സമയം കൊണ്ട് ഇനി പാൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1/4 ടീസ്പൂൺ നല്ല ജീരകം, 4 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം ചുക്ക് ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതാണ്. എണ്ണയൊന്നും ഒഴിക്കേണ്ട, വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം, ചതച്ചെടുത്താലും മതി. അപ്പോൾ ഇത് പൊടിച്ചെടുക്കാം ആദ്യം. പിന്നെ പാലിലേക്ക് ആവശ്യമായ ശർക്കര ഞാൻ ചുരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. 150 ഗ്രാം ശർക്കര വരെ ചേർക്കാവുന്നതാണ്. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലോ കുറയ്ക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. അവരവരുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് പാനിയാക്കി എടുത്തിട്ട് അത് അരിച്ചെടുക്കണം. ഇതിലെന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല, അതൊന്ന് പോവാനായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത്രയും ചെയ്തതിന് ശേഷമേ നമുക്ക് പാല് തയ്യാറാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഇപ്പോൾ ഇവിടെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അരിച്ചെടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിൽ അഴുക്കൊന്നുമില്ല. ഇനി ചെയ്യാൻ പോകുന്ന ഇതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഇപ്പം നമ്മൾ തീ കത്തിച്ചിട്ടില്ല. 2-ാം പാലൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ തീ കത്തിക്കാവേ. അതിനു മുമ്പ് തീ കത്തിക്കരുത്. ഞാൻ വളരെ കുറച്ച് പാലേ തയ്യാറാക്കുന്നുള്ളൂ. ഇവിടെ ഞാൻ 1 കപ്പ് 2-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാലൊക്കെ ഉണ്ടാക്കി എടുത്തതിന് ശേഷം കളയരുതെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു 2-2.5 ടേബിൾ സ്പൂൺ 2-ാം പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാലിന് നല്ലൊരു കുറുക്കൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇച്ചിരി കൂടെ കുറുകിയത് വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂണൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും. അരിപ്പൊടി ചിലപ്പം കട്ട കെട്ടി കിടക്കുവേ. അപ്പോൾ എന്താ അരിപ്പൊടി കലക്കി വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പുതിയ പാത്രമൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴും പ്രാക്ടിക്കൽ അല്ല, അതുകൊണ്ട് നന്നായിട്ട് തന്നെ കഴുകി ഉണക്കിയെടുത്ത പാത്രങ്ങളൊക്കെ വേണം ഇതിനുവേണ്ടി ഉപയോഗിക്കാനായിട്ട്. പിന്നെ കറിക്ക് ഉപയോഗിക്കുന്ന തവി ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിലൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലെ തടിത്തവിയിലൊക്കെ ഒരു മസാലയുടെ അത് പിടിച്ചിരിക്കും. നമ്മൾ എത്ര കഴിയാലും അത് കാണും. ഇനി ഇത് 2-ാം പാലാണല്ലോ, ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ പാൽ ഇളക്കി എടുക്കുന്നതിന് ഒരു രീതി ഉണ്ടെന്നാണ് പറയുന്നത്. കുരിശിൻ്റെ ആകൃതിയിലാണ് പാൽ ഇളക്കി എടുക്കുന്നത്. ഇതൊക്കെ വിശ്വാസമാണ്. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ അമ്മച്ചിമാരൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോഴും അത് തുടരുന്നവരുണ്ട്. അരിപ്പൊടി ചേർത്തതിന് ശേഷം ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടുകൂടി ഇരിക്കണേ. ഇപ്പം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയത്ത് ഇവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ആ പൊടികളൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം. മുമ്പേ ഞാൻ ഇതിൻ്റെ അളവ് പറഞ്ഞിരുന്നു. 4 ഏലയ്ക്ക, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു ചെറിയ കഷ്ണം ചുക്ക്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ പൊടികളായിട്ടാണ് ഉള്ളെങ്കിൽ 3/4 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതിയേ. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കുക. നമ്മൾ ഇതിലേക്ക് 1-ാം പാൽ ചേർക്കാനായിട്ട് പോവാണേ. 1/2 കപ്പ് 1-ാം പാലാണ് ചേർക്കുന്നത്. ഇനി ഇത് തിളയ്ക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടായി വന്നാൽ മതിയേ. പിന്നെ ഞാൻ പറയാൻ മറന്ന ഒരു കാര്യം, നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുത്ത മാവുണ്ടല്ലോ, അത് വെച്ചിട്ട് 2 പ്ലേറ്റ് അതുപോലത്തെ അപ്പം ഉണ്ടാക്കി എടുക്കാനുണ്ട്. ഇപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാവേ. ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. വേണമെങ്കിൽ ഒരു നുള്ള ഒന്ന് ചേർക്കാം. ഇപ്പം പാലും ആയിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ ഇതിലും കുരുത്തോല കൊണ്ട് കുരിശിന്റെ ആകൃതിയിൽ ഉണ്ടാക്കിയിട്ട് ഈ നടുവിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം കട്ട് ചെയ്തിട്ട് ഈ പാല് മുക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാവേ. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാവേ. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. സൈഡൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് ആറിയതിന് ശേഷം കട്ട് ചെയ്യാവേ. പിന്നെ ഇതിൻ്റെ പറയാനായിട്ടുള്ളത്, നമ്മൾ പെസഹായ്ക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഇതിൻ്റെ നടുവിൽ ഒരു കുരിശിൻ്റെ ആകൃതിയിൽ കുരുത്തോല വെച്ചിട്ടാണ് നമ്മളിത് പുഴുങ്ങിയെടുക്കുന്നത്. ഹോശാന ഞായറാഴ്ച കിട്ടുന്ന കുരുത്തോല മുറിച്ച് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. കുരിശപ്പം എന്നാണ് ഇത് പറയുന്നത്. ആദ്യം പുഴുങ്ങുന്ന അപ്പം മാത്രമേ ഈ രീതിയിൽ കുരിശ് വെച്ചിട്ട് പുഴുങ്ങത്തുള്ളൂ. പിന്നെ പുഴുങ്ങിയെടുക്കുന്ന അപ്പത്തിനൊന്നും ഇങ്ങനെ കുരിശ് വെക്കത്തില്ല. നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന പാലിലും അതുപോലെ തന്നെ കുരിശ് വെക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതുപോലെ വാഴയില വാട്ടിയതിന് ശേഷം ഇതിലേക്ക് ആ മാവ് ഒഴിച്ച് 4 കോർണർ കിട്ടുന്ന പോലെ, അതായത് 4 വക്ക് കിട്ടണം, അതുപോലെ മടക്കി എടുത്തും വേണമെങ്കിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാം. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി ഇത് ആറിയതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. ഈ അപ്പം കുരിശപ്പം കട്ട് ചെയ്യുന്നത് വീട്ടിലെ ഗൃഹനാഥനാണ്. അങ്ങനെയാണ് ആ ഒരു സിസ്റ്റം. വീട്ടിലുള്ള എല്ലാവർക്കും ഇതിൽ നിന്ന് ഓരോ പീസ് കൊടുക്കും. അപ്പോൾ ഇത് ആറിയതിന് ശേഷം കട്ട് ചെയ്ത് കാണിക്കാവേ. ഇപ്പോൾ അപ്പവും പാലും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പെസഹായുടെ ദിവസം തയ്യാറാക്കുമ്പോൾ മാത്രമാണ് കുരിശ് അപ്പത്തിൻ്റെയും പാലിൻ്റെയും മുകളിൽ വെക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ തയ്യാറാക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലിപ്പോൾ കുരിശ് വെക്കാത്തത്. പെസഹായുടെ അന്ന് വൈകുന്നേരം ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇത് മുറിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിക്കാം. ഇതുപോലെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ ഈ പാലിൽ പഴം അരിഞ്ഞിട്ട് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇത് ടേസ്റ്റ് നോക്കി കഴിക്കുന്ന അല്ലെങ്കിൽ ടേസ്റ്റ് നോക്കി ഉണ്ടാക്കുന്ന ഒരപ്പമല്ല. ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന അപ്പമാണ്. അപ്പോൾ കഴിയുന്നവരൊക്കെ ഉണ്ടാക്കുക പെസഹായ്ക്ക്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്